നമസ്കാരം. എജുവേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 അക്ഷരകൈരളി പരീക്ഷാ പതിപ്പിൽ നിന്നുള്ള ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റെല്ലാ വിഷയങ്ങളുടെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 to 4. റീഡ് ദ ഫോളോവിംഗ് ലൈൻസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 1 സ്കോർ. താഴെ തന്നിരിക്കുന്ന വരികൾ വായിച്ച് 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. വരികൾ നോക്കാം. സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് എന്ന പോയത്തിലെ വരികളാണ് താഴെ നൽകിയിരിക്കുന്നത്. സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് എന്നാണ് പോയത്തിൽ, ചോദ്യപേപ്പറിൽ സ്വീറ്റ് എന്നാണ് നൽകിയിരിക്കുന്നത്. സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ബൈ ദോസ് ഹു നെവർ സക്സീഡ് ടു കോംപ്രിഹെൻഡ് എ നെക്ടർ റിക്വയർ സോറസ്റ്റ് നീഡ്. എന്ന് വെച്ചാൽ വിജയം വിജയിക്കാത്തവർക്കാണ് ഏറ്റവും മധുരവും വലുതുമായി തോന്നുന്നത്. കൈപ്പേറിയ അനുഭവങ്ങളുള്ളവർക്ക് വിജയത്തിന്റെ മാധുര്യം നുകരുവാൻ പറ്റൂ എന്നതാണ് ഇതിന്റെ മീനിങ്. ഇനി ഇതിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ പോയറ്റ്. ഐഡന്റിഫൈ ദ പോയറ്റ്. കവിയെ തിരിച്ചറിയുക. ആൻസർ എമിലി ഡിക്കിൻസൺ. എമിലി ഡിക്കിൻസന്റേതാണ് സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് എന്ന പോയം. അപ്പോൾ പോയറ്റിന്റെ പേര് എമിലി ഡിക്കിൻസൺ. Question number 2. By whom is success counted as sweetest? By whom is success counted as sweetest? ആർക്കാണ് വിജയം മധുരമുള്ളതായി തോന്നുന്നത്? By those who never succeed. By those who never succeed എന്നതാണ് അതിന്റെ ആൻസർ. വിജയിക്കാത്തവർക്കാണ് വിജയം മധുരമുള്ളതായി തോന്നുന്നത്. Question number 3. What is the meaning of the word comprehend? What is the meaning of the word comprehend? Comprehend എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? Choose the answer from the brackets. താഴെ തന്നിരിക്കുന്ന ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ് നോക്കാം. Abandon, understand, ignore. ആൻസർ അണ്ടർസ്റ്റാൻഡ്. ആൻസർ അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. Question number 4. What is required to comprehend a nectar? What is required to comprehend a nectar? വിജയത്തിന്റെ മധുരം നുകരാൻ ആവശ്യമുള്ളത് എന്താണ്? ആൻസർ required source need to comprehend a nectar. Required source need to comprehend a nectar. വിജയത്തിന്റെ മധുരം നുകരാൻ കൈപ്പേറിയ അനുഭവങ്ങളാണ് ആവശ്യം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4 to 8. Read the following passage and answer the questions given below. Each question carries 1 score. താഴെ തന്നിരിക്കുന്ന പാസേജ് വായിച്ച് 4 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുവാനാണ്. ഓരോന്നിനും 1 സ്കോർ വീതമാണ്. പാസേജ് നോക്കാം. At the time, Triveni was a very popular writer in Kannada language. ആ സമയത്ത് ത്രിവേണി കന്നഡ ഭാഷയിലെ വളരെ പ്രശസ്തയായ ഒരു എഴുത്തുകാരിയായിരുന്നു. ഷി വാസ് എ വണ്ടർഫുൾ റൈറ്റർ. ഹെർ സ്റ്റൈൽ വാസ് ഈസി ടു റീഡ് ആൻഡ് വെരി കൺവിൻസിങ്. അവർ അതുല്യയായ ഒരു എഴുത്തുകാരിയായിരുന്നു. അവരുടെ എഴുത്തുരീതി വായിക്കാൻ എളുപ്പവും വളരെ വിശ്വസനീയവുമായിരുന്നു. ഹെർ സ്റ്റോറീസ് യൂഷ്വലി ഡീൽഡ് വിത്ത് കോംപ്ലക്സ് സൈക്കോളജിക്കൽ പ്രോബ്ലം ഇൻ ദ ലൈഫ്സ് ഓഫ് ഓർഡിനറി പീപ്പിൾ ആൻഡ് വെർ ഓൾവേസ് വെരി ഇൻട്രസ്റ്റിംഗ്. അവരുടെ കഥകൾ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിലെ സങ്കീർണമായ മാനസിക പ്രശ്നങ്ങളെ ആസ്പദമാക്കിയുള്ളതായിരുന്നു. കൂടാതെ അവ എല്ലായ്പ്പോഴും വളരെ രസകരവുമായിരുന്നു. ഇനി ഇതിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ഐഡന്റിഫൈ ദ ലെസൺ. ഐഡന്റിഫൈ ദ ലെസൺ. ഇത് ഏത് ലെസൺ ആണെന്നാണ് ചോദ്യം. ആൻസർ ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ്. How I taught my grandmother to read. Question number 6. Triveni was a popular writer in which language? Triveni was a popular writer in which language? ത്രിവേണി ഏതു ഭാഷയിലെ പ്രശസ്തയായ എഴുത്തുകാരിയായിരുന്നു? ആൻസർ കന്നഡ ലാംഗ്വേജ്. ആൻസർ
Kannada language. Question number 7. What was Triveni's style of writing? What was Triveni's style of writing? ത്രിവേണിയുടെ എഴുത്ത് രീതി എപ്രകാരമുള്ളതായിരുന്നു? ആൻസർ: her style was easy to read and very convincing. Her style was easy to read and very convincing. അവരുടെ എഴുത്ത് രീതി വായിക്കാൻ എളുപ്പവും വളരെ വിശ്വസനീയവുമായിരുന്നു. Question number 8. What topics did her stories usually address? What topics did her stories usually address? അവരുടെ കഥകൾ സാധാരണയായി എന്തെല്ലാം വിഷയങ്ങളെക്കുറിച്ചായിരുന്നു? ആൻസർ: കോംപ്ലക്സ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഇൻ ദ ലൈഫ്സ് ഓഫ് ഓർഡിനറി പീപ്പിൾ. കോംപ്ലക്സ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഇൻ ദ ലൈഫ്സ് ഓഫ് ഓർഡിനറി പീപ്പിൾ. സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിലെ സങ്കീർണമായ മാനസിക പ്രശ്നങ്ങളെ ആസ്പദമാക്കിയുള്ളതായിരുന്നു അവരുടെ കഥകൾ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9 to 12. ആൻസർ എനി 3 ഫ്രം ദ ഫോളോവിംഗ്. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 2 സ്കോർ. 9 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുവാനാണ്. ഓരോന്നിനും 2 സ്കോർ വീതമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. Why was it not difficult to pass time in the buses of Rome? Why was it not difficult to pass time in the buses of Rome? റോമിലെ ബസ്സുകളിൽ സമയം ചെലവഴിക്കുന്നത് എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടല്ലാതിരുന്നത്? ആൻസർ: ഇറ്റ് വാസ് നോട്ട് ഡിഫിക്കൽട്ട് ടു പാസ് ടൈം ഇൻ ദ ബസ്സസ് ഓഫ് റോം ബിക്കോസ് ദ വൈഡ് റോഡ്സ് വെയർ ലൈൻഡ് വിത്ത് ബ്യൂട്ടിഫുൾ സ്റ്റോൺ മാൻഷൻസ്, മാർബിൾ സ്റ്റാച്യൂസ് ആൻഡ് ഗാർഡൻസ്. The scenery was so attractive that time passed quickly without anyone noticing it. റോമിലെ ബസ്സുകളിൽ സമയം ചെലവഴിക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നില്ല, കാരണം വിശാലമായ റോഡുകളുടെ ഇരുവശങ്ങളിലും മനോഹരമായ കൽമന്ദിരങ്ങളും മാർബിൾ പ്രതിമകളും പൂന്തോട്ടങ്ങളും ഉണ്ടായിരുന്നു. അവയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം കടന്നു പോകുന്നത് അറിയുമായിരുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 10. റിപ്പോർട്ട് ദ ഫോളോവിംഗ് കോൺവെർസേഷൻ. തന്നിരിക്കുന്ന സംഭാഷണം റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. രമ്യ: റോഹൻ, ഹു മേഡ് ദീസ് കേക്ക്? റോഹൻ: മൈ മദർ മേഡ് ദീസ് കേക്ക്സ്. ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലോട്ട് മാറും. ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആസ്ക്ഡ് എന്നും ആൻസേഴ്സ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്ലൈഡ് ഓർ ആൻസേർഡ് എന്നും ഉപയോഗിക്കാം. റൂൾ അനുസരിച്ച് ഈ സെന്റൻസിൽ മെയ്ഡ് എന്നത് സിമ്പിൾ പാസ്റ്റ് ഫോമിലാണ്. അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ഫോമിലോട്ട് മാറ്റണം. അപ്പോൾ മെയ്ഡ് ഹാർഡ് മെയ്ഡായി മാറും. മെയ്ഡിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ഫോമാണ് ഹാർഡ് മെയ്ഡ്. ദീസ് എന്നത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ആകും. ദീസ് എന്നത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദോസ് ആകും. ഇനി റിപ്പോർട്ട് ചെയ്യാനുള്ള സെന്റൻസ് നോക്കാം. രമ്യ: റോഹൻ, ഹു മേഡ് ദീസ് കേക്ക്? നേരത്തെ പറഞ്ഞ നിയമങ്ങൾ അനുസരിച്ച് ഈ ക്വസ്റ്റ്യനെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാക്കാം. രമ്യ ആസ്ക്ഡ് റോഹൻ ഹു ഹാഡ് മെയ്ഡ് ദാറ്റ് കേക്ക്. ഇവിടെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആസ്ക്ഡ് എന്ന് ചേർത്തു. മെയ്ഡ് ഹാഡ് മെയ്ഡ് ആയി, ദീസ് ദാറ്റ് ആയി. അപ്പോ സെന്റൻസ്: രമ്യ ആസ്ക്ഡ് റോഹൻ ഹു ഹാഡ് മെയ്ഡ് ദാറ്റ് കേക്ക്. രണ്ടാമത്തെ സെന്റൻസ് ഒരു മറുപടിയാണ്. അത് റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. റോഹൻ: മൈ മദർ മെയ്ഡ് ദീസ് കേക്ക്സ്. ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കാം. റോഹൻ റിപ്ലൈഡ് ദാറ്റ് ഹിസ് മദർ ഹാഡ് മെയ്ഡ് ദോസ് കേക്ക്സ്. മറുപടി ആയതുകൊണ്ട് റിപ്ലൈഡ് ദാറ്റ് എന്ന് ചേർത്തു. മൈ മദറിന് പകരം ഹിസ് മദറായി. മേഡ് ഹാഡ് മെയ്ഡും ദീസ് ദോസുമായി മാറി. അപ്പോ സെന്റൻസ്: റോഹൻ റിപ്ലൈഡ് ദാറ്റ് ഹിസ് മദർ ഹാഡ് മെയ്ഡ് ദോസ് കേക്ക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 11. കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് സ്യൂട്ടബിൾ ക്ലോസസ്. ശരിയായ വാക്കുകൾ ചേർത്ത് സെന്റൻസ് പൂർത്തിയാക്കുവാനാണ് തന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന സെന്റൻസ് നോക്കാം. ഇഫ് യു സ്റ്റഡീഡ് വെൽ ഡാഷ്. അടുത്തത് ഇഫ് ദേ റീച്ച് ദെയർ ഓൺ ടൈം ഡാഷ്. സെന്റൻസിൽ ഇഫ് വരുന്നത് കൊണ്ട് ഇതിനെ ഇഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയും. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 102 ഇതേക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. 3 തരം കണ്ടീഷണൽ സെന്റൻസുകളാണുള്ളത്. ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസിന്റെ സ്ട്രക്ചർ നോക്കാം. ഇഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ്, വിൽ പ്ലസ് വെർബ്. സെക്കൻഡ് കണ്ടീഷണൽ ഇഫ് പ്ലസ് സിമ്പിൾ പാസ്റ്റ്, വുഡ് പ്ലസ് വെർബ്. തേർഡ് കണ്ടീഷണൽ
if plus past perfect, would have plus past participle. ഇതാണ് 3 തരം കണ്ടീഷണൽ അല്ലെങ്കിൽ ഇഫ് ക്ലോസ് സെന്റൻസ്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഇഫ് യു സ്റ്റഡീഡ് വെൽ. ഇവിടുത്തെ വെർബ് സ്റ്റഡീഡ് സിമ്പിൾ പാസ്റ്റ് ഫോമിലാണ്. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനിൽ പറഞ്ഞ വുഡ് പ്ലസ് വെർബ് കൊണ്ട് ബാക്കി ഭാഗം ഫിൽ ചെയ്യണം. അപ്പോൾ ആൻസർ ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് ദ എക്സാമിനേഷൻ. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് ദ എക്സാമിനേഷൻ. അടുത്ത സെന്റൻസ് നോക്കാം. ഇഫ് ദേ റീച്ച് ദെയർ ഓൺ ടൈം ഡാഷ്. ഈ സെന്റൻസിന്റെ വെർബ് റീച്ച് സിമ്പിൾ പ്രസന്റ് ഫോമിലാണ്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷനിൽ പറഞ്ഞ വിൽ പ്ലസ് വെർബ് കൊണ്ട് പൂരിപ്പിക്കുക. അപ്പോൾ ആൻസർ ഇഫ് ദേ റീച്ച് ദെയർ ഓൺ ടൈം ദേ വിൽ ക്യാച്ച് ദ ട്രെയിൻ. ഇഫ് ദേ റീച്ച് ദെയർ ഓൺ ടൈം ദേ വിൽ ക്യാച്ച് ദ ട്രെയിൻ. ക്വസ്റ്റ്യൻ നമ്പർ 12. ഹു വാസ് ജഡായു? വാട്ട് വാസ് ഹിസ് ഡ്രീം? ഹു വാസ് ജഡായു? വാട്ട് വാസ് ഹിസ് ഡ്രീം? ആരായിരുന്നു ജഡായു? എന്തായിരുന്നു അവന്റെ സ്വപ്നം? ആൻസർ ലാൽമോഹൻ ഗാംഗുലി ഓൾസോ കോൾഡ് ജഡായു ഈസ് എ ഫിക്ഷണൽ ക്യാരക്ടർ ഇൻ സത്യജിത് റേസ് ഫെലൂഡ ഡിറ്റക്റ്റീവ് സീരീസ്. സത്യജിത് റേയുടെ ഫെലൂഡ ഡിറ്റക്റ്റീവ് സീരീസിലെ ഒരു സാങ്കല്പിക കഥാപാത്രമാണ് ലാൽമോഹൻ ഗാംഗുലി എന്ന ജഡായു. ഹി ഡ്രീംഡ് ഓഫ് റൈഡിംഗ് എ ക്യാമൽ ഇൻ ദ ഡെസേർട്ട്. ഒരു ഒട്ടകത്തിന്റെ പുറത്ത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാനാണ് അവൻ സ്വപ്നം കണ്ടിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 13 to 19. ആൻസർ എനി 5 ഫ്രം ദ ഫോളോയിങ്. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 4 സ്കോർ. 13 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുവാനാണ്. ഓരോന്നിനും 4 സ്കോർ വീതമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. There are 4 mistakes in the following passage. Identify and correct them. തന്നിരിക്കുന്ന പാസേജിലെ 4 തെറ്റുകൾ കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. പാസേജ് നോക്കാം. ഗുഡ് മാനേഴ്സ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് വെൻ യു ആർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഈ സെന്റൻസിലെ തെറ്റ് ഈസ് ആണ്. ഈസിന് പകരം ആർ ചേർക്കുക. ഗുഡ് മാനേഴ്സ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ് വെൻ യു ആർ വിത്ത് യുവർ ഫ്രണ്ട്സ്. വെൻ യു സ്പീക്സ് ടു എനി വൺ. ഈ സെന്റൻസിലെ തെറ്റ് സ്പീക്സ് ആണ്. അവിടെ സ്പീക്ക് ചേർക്കുക. വെൻ യു സ്പീക്ക് ടു എനി വൺ. അടുത്തത് സ്പീക്ക് ക്ലിയർ ആൻഡ് സഫിഷ്യൻ്റ്ലി ലൗഡ്ലി ടു ദ പേഴ്സൺ ടു ഹിയർ. ഈ സെന്റൻസിലെ തെറ്റ് ക്ലിയറിന് പകരം ക്ലിയർലി ചേർക്കുക. ടുവിന് പകരം ഫോർ ചേർക്കുക. നോക്കാം. സ്പീക്ക് ക്ലിയർലി ആൻഡ് സഫിഷ്യൻ്റ്ലി ലൗഡ്ലി ഫോർ ദ പേഴ്സൺ ടു ഹിയർ. കറക്റ്റ് ചെയ്ത പാസേജ് നോക്കാം. Good manners are also important when you are with your friends. When you speak to anyone, speak clearly and sufficiently loudly for the person to hear. Question number 14. Match the authors in the left column with their corresponding lessons in the right column. ഇടത് കോളത്തിലുള്ള എഴുത്തുകാരെ വലത് കോളത്തിലുള്ള അവരുമായി ബന്ധപ്പെട്ട ലെസണുമായി ചേർത്തെഴുതുക. ലെഫ്റ്റ് കോളത്തിലെ ഓതേഴ്സിനെ നോക്കാം. എസ് കെ പൊറ്റക്കാട്, ആലിസ് വാക്കർ, റസ്കിൻ ബോണ്ട്, സത്യജിത് റേ. ലെസൺസ് നോക്കാം. ട്രൂ ഹൈറ്റ്, ദ ഗിഫ്റ്റ്, ക്യാമൽ വേഴ്സസ് ട്രെയിൻ, റിമെമ്പർ മീ, മൈ എസൻട്രിക് ഗസ്റ്റ്. ഇനി ഇതൊന്ന് മാച്ച് ചെയ്യാം. എസ് കെ പൊറ്റക്കാട്, ദ ഗിഫ്റ്റ്. എസ് കെ പൊറ്റക്കാട്, ദ ഗിഫ്റ്റ്. ആലിസ് വാക്കർ, റിമെമ്പർ മീ. ആലിസ് വാക്കർ, റിമെമ്പർ മീ. റസ്കിൻ ബോണ്ട്, മൈ എസൻട്രിക് ഗസ്റ്റ്. റസ്കിൻ ബോണ്ട്, മൈ എസൻട്രിക് ഗസ്റ്റ്. സത്യജിത് റേ, ക്യാമൽ വേഴ്സസ് ട്രെയിൻ. സത്യജിത് റേ, ക്യാമൽ വേഴ്സസ് ട്രെയിൻ. ക്വസ്റ്റ്യൻ നമ്പർ 15. റൈറ്റ് ആൻ അപ്രിസിയേഷൻ ഓഫ് ദ ഫോളോവിംഗ് ലൈൻസ്. വില്യം ഷേക്സ്പിയറിന്റെ ദ 7 ഏജസ് ഓഫ് മെൻ എന്ന പോയത്തിലെ വരികളാണ് താഴെ തന്നിരിക്കുന്നത്. നോക്കാം. All the world's a stage, and all men and women merely players. They have their exits and their entrance, and one man in his time plays many parts. Answer നോക്കാം. These lines are written by William Shakespeare. The poet compares the world to a stage and people to actors. ഈ വരികൾ വില്യം ഷേക്സ്പിയർ എഴുതിയതാണ്. കവി ലോകത്തെ ഒരു വേദിയായും
മനുഷ്യരെ അതിലെ അഭിനേതാക്കളായും ഉപമിക്കുന്നു. Everyone comes into the world and leaves it just as actors enter and exit a stage. ഒരു വേദിയിൽ അഭിനേതാക്കൾ വന്നു പോകുന്നത് പോലെ മനുഷ്യർ ജനിച്ച് ഈ ലോകത്തേക്ക് വരികയും മരിച്ച് ലോകത്ത് നിന്ന് പോകുകയും ചെയ്യുന്നു. ഡ്യൂറിംഗ് ലൈഫ് എ പേഴ്സൺ പെർഫോംസ് മെനി ഡിഫറെന്റ് ഫോംസ്. ജീവിതകാലത്ത് ഓരോ വ്യക്തിയും പലവിധ വേഷങ്ങൾ അവതരിപ്പിക്കുന്നു. The poet uses a beautiful metaphor, all the world's a stage, to explain life. The lines are simple, thoughtful, and conveying a deep message about human life. All the world's a stage എന്ന പ്രയോഗത്തിലൂടെ ജീവിതത്തിന്റെ സത്യാവസ്ഥ കവി മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. ലളിതമായ ഭാഷയും ആഴമുള്ള ആശയവുമാണ് ഈ വരികളിലെ പ്രത്യേകത. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ്. അതുപോലെ മറ്റു വിഷയങ്ങളുടെയും അക്ഷരകൈരളിയിലെ മാതൃകാ ചോദ്യ പേപ്പർ വിശകലനം ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.